ഹലോ, എല്ലാവർക്കും വീണ്ടും സൗമ്യസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നല്ല നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ മത്തിക്കറിയാണ്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മത്തിക്കറി അല്ലെങ്കിൽ ഒരു മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ഐക്കോണും കൂടി പ്രസ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവാള വഴഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇടുന്നത്. അതിൻ്റെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്കൊരു 1 ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർക്കുകയാണ്. എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റണം. അപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ടതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത്, നല്ല പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടിയും ചേർക്കുകയാണ്. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയണം, ഒന്ന് നന്നായിട്ട് ഒന്ന് കുക്കാവണം. അപ്പോൾ തക്കാളി ഒരുവിധം ഒന്ന് പാകമായതിനു ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഫിഷ് കറി മസാലയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഫിഷ് കറി മസാല ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഈ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ സാധാരണ മുളക് പൊടിയാണ്, ഒരു അത്യാവശ്യം എരിവുള്ളതായ കാരണം ഞാൻ 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ആ പൊടികളുടെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ അതേ ഒരുവിധം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ഇതുപോലെ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഒരു ചട്ടി ഞാൻ മൺചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ടു. അപ്പോൾ കടുകൊന്ന് പൊട്ടണം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു പകുതി സവാള അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സവാള ഉണ്ടെങ്കിൽ സവാള ചേർക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാം, ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സവാള ചെറിയ ഉള്ളിയോ, എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ടു. ആ തണ്ടോട് മീൻ കറിയിലൊക്കെ ആ തണ്ടോട് കൂടിയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്താലാണ് ടേസ്റ്റ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. ആ സവാള ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവണം, അതുവരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി അതിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ തക്കാളി സവോളയും കൂടിയിട്ട് വഴറ്റി അരച്ച ആ പേസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കാതെയാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടിത് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരുവിധം ഒക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണ വരെ നന്നായിട്ട് വഴറ്റണം. ഇതിപ്പോൾ കുറച്ചൊക്കെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നല്ല മണവും നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിയാണ് ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ചട്ടിയിൽ വഴറ്റുന്ന കാരണം കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്നാലും അതാണ് നല്ലൊരു ടേസ്റ്റും തരുന്നത്. അപ്പോൾ അതൊരു ഒരുവിധം വഴഞ്ഞതിന് ശേഷം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ഒരു നാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള പുളി പിഴിഞ്ഞത് അതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടിയും ചേർക്കുകയാണ്. അപ്പോൾ ഈ പുളി സാധാരണ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ഏത് കറിയിലും പുളി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം അത് ഇളക്കാൻ പാടില്ല.
അപ്പോൾ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇളക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആവശ്യത്തിന് ഒരു 1 കപ്പ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിക്സി കഴുകിയ വെള്ളമാണ്. അപ്പോൾ അതിൽ കുറച്ച് ആ പേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മിക്സി കഴുകിയ വെള്ളമാണ്, അതിലത്തെ ഒന്ന് ഇതാക്കിയിട്ടുള്ള ആ വെള്ളമാണ് ഞാനിപ്പോൾ ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചത്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരുവിധം അത് കണ്ടില്ലേ, നന്നായിട്ട് അതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത മത്തിയുടെ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുകയല്ല, ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിക്കുകയാണ് വേണ്ടത്. കയ്യിലിട്ട് സ്പൂണോ കയ്യിലോ ഇട്ടിട്ട് ഇളക്കരുത്. എന്നിട്ട് നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് വേവണ വരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക, പാകം ചെയ്യാം. അപ്പോൾ മീനൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് വെക്കുക. അപ്പോൾ ഉടനെ തന്നെ എടുക്കണ്ട, കാരണം മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല കറിയൊക്കെ നല്ലതായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ മത്തിക്കറി എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തേക്കാണെന്ന് വെച്ചെങ്കിൽ അത് ഇനിയും ടേസ്റ്റാണ്. അപ്പോൾ നല്ല തിക്കൊരു ചാറോട് കൂടിയിട്ടുള്ള മത്തിക്കറി കിട്ടും. പിന്നെ ഞാനൊരു കൊഴുക്കട്ടയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊഴുക്കട്ടയും ഈ മത്തിക്കറിയും കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഭയങ്കര എന്താ പറയുക, പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ മത്തിക്കറി ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.